മോനെ, നിനക്ക് വേണ്ടി ഞാൻ ഈ മീൻ ഇറക്കി തന്നേക്കണേ. ചാള, മത്തി, അയില, കരിമീൻ എന്ന് വേണ്ട എല്ലാ വാള മുതലുള്ള മീൻ ഇറക്കുന്നുണ്ട്. ഇപ്പൊ നീ വേറെ ആളെ വെച്ചിട്ടുണ്ടായി. ഇതൊന്നും മുതലായ കാര്യമല്ല കേട്ടോ. അടുത്ത പരിപാടി ഞാൻ കണ്ടത്. എടാ, മേരി ചേച്ചിയുടെ കയ്യിൽ നിന്ന് മീൻ മേടിച്ചിട്ട് നിനക്ക് മീൻ ഇറക്കി തന്നത്. നീ എനിക്ക് തരാനുള്ള പൈസയും ഇന്നലെ മേടിച്ച മീനിന്റെ പൈസയും എനിക്ക് തരണം. പിന്നെ നീ ഞാൻ അറിയാണ്ട് ബംഗാളിൽ വെച്ചല്ലേ. നിനക്കറിയാമോ, അന്നമേടയും കല്ലൂരും വാളൂരും ഞാൻ മീൻ കൊടുക്കുന്നതാ. ഞാനൊരു വരവാട് വരും. നിനക്കറിയില്ലാട്ടെ മാട്ടിനെ. എടാ രാജേഷേ, അടുത്ത ആഴ്ച ശിവരാത്രിയാണ്. വർക്ക് ഏറ്റിട്ടുണ്ട്. സൗണ്ടും ലൈറ്റൊക്കെ വെച്ച് കൊടുക്കണം. ഞാൻ ഭംഗിയാക്കി കൊടുക്കണം. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഹെൽപ്പിന് ആരെങ്കിലും വിളിച്ചോ. ഞാൻ സ്ഥലത്ത് ഉണ്ടാവില്ല. അന്നമനയുടെ പള്ളിയിൽ പെരുന്നാളാണ്. മാല ബൾബ് ഇടണം, ലൈറ്റുകൾ കെട്ടണം, കൂടാതെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും ഉണ്ട്. ശരി രാജേഷേ. ആശാനെ വിളിക്കാ. ഞാൻ പാടത്തെ പോത്തിന് വെള്ളം കൊടുക്കേണ്ടി വന്നതാ. എൻ്റെ സുഹൃത്തിനെ ഒന്ന് കാണണം. പാലശ്ശേരി പോയിട്ട് നമുക്ക് കാണാം, വീണ്ടും കാണാം. ശരി. ഹലോ. അതെ മത്തായി ചേട്ടാ, പീടികയ്ക്ക് ഒന്ന് കഴിഞ്ഞിട്ട് മൂലാട്ടൊന്ന്. താങ്കൾ അവിടെ വന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് എനിക്ക് അന്നമേടെ പോയിട്ട് വേണം റഹീമിൻ്റെ ആയിരുന്നു മീൻ മേടിക്കാൻ. ശരി മത്തായി ചേട്ടാ. എന്നെ പറ്റി അറിയണമെങ്കിൽ അന്നമേട് ജംഗ്ഷനിലെ മത്തായിയോട് ചോദിച്ചറിയാം. അപ്പൊ ഞാൻ ആരാണെന്ന് അറിയടാ എനിക്ക്. ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്താ കാരണം? അമ്പലപ്പറമ്പിൽ ഞാൻ വെച്ചേർന്ന എന്റെ സാധനങ്ങളെല്ലാം പുതിയതായിട്ട് വന്ന ബംഗാളി പയ്യൻ അടിച്ചു മാറ്റി. അവന്റെ കയ്യും കാലും വെട്ടിക്കളയണം. ബാക്കി വന്ന കേസുകളൊക്കെ ഞാൻ നോക്കിക്കോളാം. ആശാൻ പേടിക്കണ്ട, ഈ കാര്യം ഈ കുട്ടപ്പനേറ്റു. അടിക്കട പിള്ളേരെ ഓരോന്ന്. നമ്മുടെ ആശാന്റെ അമ്പലത്തിലെ പരിപാടിക്ക് ബംഗാളി മൈക്ക് സെറ്റും അവരുടെ ആ സ്ഥലം എല്ലാം എടുത്തു. ആശാന്റെ ഒരു കഷ്ടപ്പാടേ. അവരുടെ മൈക്ക് സെറ്റും പോയി, പൈസയും പോയി. കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടെണ്ണൊക്കെ അടിക്കുമ്പോ നമ്മുടെ ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം ഒരു സ്ഥലത്ത് വെച്ച് പങ്കുവയ്ക്കാണ്. കുറെ കഴിയുമ്പോ ഒരുപടി ദുഃഖങ്ങൾ ഇവിടെ മനസ്സിലിരിക്കാണ്. ഒരുപടി ദുഃഖങ്ങൾ നമ്മൾ പേര് ജീവിക്കണേ. നാളെ നേരം വലത്ത് ജീവിക്കുന്ന വല്ല ഉറപ്പുണ്ടോ? ഇന്ന് ജീവിച്ചെങ്കിൽ ഇന്ന് ജീവിച്ചായിന്ന്. നാളത്തെ കാര്യം പിന്നെ ചിന്തിക്കാന്ന് ഞാൻ ചിന്തിക്കാറുള്ളൂ. നിങ്ങൾക്കറിയോ നമ്മുടെ സോമന്റെ കഥ അറിയോ? ഈ സോമൻ പണിക്ക് നിൽക്കുന്നിടത്ത് മുതലാളി 2 ലക്ഷം രൂപ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ തന്നെ വേറൊരു വിശ്വസനൊരു ബംഗാളിന്റെ 2 ദിവസം മുമ്പ് അവൻ ലീവ് പറഞ്ഞ് പോയി. അപ്പോ അവൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ സോമന്റെ ഈ 2 ലക്ഷം രൂപ മേടിച്ച് അവൻ നാട് വിട്ടു. മുതലാളി തിരിച്ചു വന്നപ്പോ ഏൽപ്പിച്ച പണികൾ ചെയ്തിട്ടില്ല. സോമന് ഈ പൈസ ഇല്ലാണ്ടത് ചെയ്യാനും പറ്റില്ല. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഈ പൈസ എവിടെയാന്ന് ചോദിച്ചപ്പോ സോമന് പറയുന്നത് സോമൻ ബംഗാളി മേടിച്ചു മുതലാളി പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അവൻ അതുകൊണ്ട് നാട് വിട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്തായി, സോമന്റെ പണിയും പോയി, ബംഗാളി വന്നിട്ടില്ല. ഈയൊരു താമ്പരുത് അറിയോണ്ട് ഇവിടെ അന്നമ്മടെ നടക്കണ പോലെ കഥ. എന്തൊക്കെ ഇവിടെ നടക്കണെന്നറിയോ? എൻ്റെ ഓർമ്മയിലെ ഉണ്ണാക്ക, ചാമിപ്പരു, അലിയാർക്ക അവരൊക്കെ മരിച്ചുപോയി. ഇപ്പോഴത്തെ തലമുറയിൽ കുറച്ച് ആൾക്കാരുള്ളൂ. അതെനിക്കറിയാം. എൻ്റെ അത്ര ഓർമ്മയുള്ളൂ എനിക്കിപ്പോൾ പറയാൻ.
എന്തൊക്കെയായാലും നമ്മുടെ ആശാന്റെ സാധനങ്ങൾ എടുത്തോണ്ടത് ബംഗാളിനെ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ പൂട്ടും. കുറച്ച് നീ വേണോ? എനിക്ക് വേണ്ട, എനിക്ക് മതി. വിടരുത് അവനെ. പോട്ടെ. ശരി തന്നെ നേരെ കിട്ടി. ഞാനങ്ങടെ ഇറങ്ങാം. ഇന്ന് ഞായറാഴ്ച കണ്ണമ്പള്ളി ഓടില്ല. ഞാൻ എന്റെ ബൈക്ക് എടുത്തിട്ട് പോന്നു. ആശാന്റെ ഹോസ്പിറ്റലിൽ എന്റെ മാർട്ടി, എന്റെ മൈക്ക് സെറ്റ് സാധനങ്ങളൊക്കെ കളവ് പോയി, കുറെ കാശും പോയി. ആകെ മാനസിക വിഷമത്തിലായിട്ട് ഞാൻ ഇരിക്കുന്നു. ആശാനെ എന്താ പോട്ടെ. ആശാനെ മാമ്പറക്കടവിൽ ഒരു ബോഡി പൊന്തിയുണ്ട്. ആരെന്നറിഞ്ഞോ? ആശാന്റെ സെറ്റ് എടുത്തുകൊണ്ട് പോയ ബംഗാളിയാന്നാ തോന്നണേ. ആശാനെ ഞാനെന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ. കേസ് കൊടുത്തതും പോയി, കാശ് കൊടുത്തതും പോയി, കൊട്ടേഷൻ കൊടുത്തതും പോയി, ആകെ കഷ്ടത്തിലായി.